കൈകോർത്ത് നിൽക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഡിസ്പ്ലേ നമ്മളവിടെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി വന്ന് ആകാശ നിരീക്ഷണം നടത്തിപ്പോകും, അല്ലെങ്കിൽ സർക്കാർ ചോദിച്ച ഫണ്ടിന് എന്തെങ്കിലും വിയോജിപ്പ് പറയും, അങ്ങനെയൊക്കെ കരുതിയിരുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വന്ന് ഇറങ്ങിയത്. ഇന്ന് രാവിലെ 10:58 കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എയർഫോഴ്സ് 1 വിമാനം ലാൻഡ് ചെയ്തത്. അത് തിരിച്ചു പോകുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 7 മണിക്കൂർ സമയം കേരളത്തിലുണ്ടായിരുന്നു. വയനാടിനായി വന്നതാണ്. വേറൊരു പരിപാടിയും നിശ്ചയിച്ചിരുന്നില്ല, പാർട്ടി പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വയനാടിന് വേണ്ടിയാണ്, വയനാടിൻ്റെ മനസ്സ്, ആ നിലവിളി തൊട്ടറിയുന്നതിന് തന്നെയാണ് വന്നത്. ആദ്യം നടത്തിയ ആകാശ നിരീക്ഷണത്തിൽ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിനൊരു വ്യാപ്തി, അതിനു മുൻപ് തന്നെ ഡ്രോൺ വിഷ്വൽസൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഐപാഡിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതേക്കുറിച്ച്, ദുരന്തത്തെക്കുറിച്ച് ുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ദുരന്തം നടന്ന് ഇത്ര 10 ദിവസം പിന്നിട്ടതിന് ശേഷമുള്ള സന്ദർശനമാകുമ്പോൾ അതുവരെയുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. വേണമെങ്കിൽ ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ദില്ലിയിലിരുന്ന് തന്നെ തീരുമാനമെടുക്കാം. കാരണം ഇനി വന്നാലും കാണാൻ പോകുന്ന ദൃശ്യങ്ങൾ ഇതേ ആകാശ ദൃശ്യങ്ങളാണ്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ പോകുമ്പോഴും കിട്ടുന്നത് അതേ ആകാശ കാഴ്ച തന്നെയാണ്. ആ ദൃശ്യങ്ങൾ കണ്ട് തീരുമാനമെടുക്കാം. മണ്ണിലിറങ്ങാതെ, ആ മണ്ണിലേക്ക് എത്താതെ തീരുമാനമെടുക്കാം. ആകാശ നിരീക്ഷണം നടത്തി തിരിച്ചു വീണ്ടും കൽപ്പറ്റ ഗ്രൗണ്ടിലേക്ക് വരുന്നു. കളക്ടറേറ്റിൽ വേണമെങ്കിൽ ഒരു അവലോകന യോഗം അങ്ങനെയും ചെയ്യാമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി ചെയ്തത് എന്താണ്? അതാണ് നരേന്ദ്രമോദിയെ ഇവിടെ വ്യത്യസ്തനാക്കി നിർത്തുന്നതും. ഇപ്പോൾ ഈ വിഷയത്തിൽ നേരത്തെ നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് പോലും നരേന്ദ്രമോദി ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി കേരളത്തിനൊപ്പം നിന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി അത് കൃത്യമായി ആക്ട് ചെയ്തു എന്ന് തന്നെയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, കേരളം ആവശ്യപ്പെട്ട 2000 കോടി കൊടുക്കുമോ, കേരളത്തിൽ ആവശ്യപ്പെട്ട തുക കൊടുക്കുമോ, നേരത്തെ കൊടുക്കാതിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചവരുടെ മുന്നിലേക്ക് 2000 അല്ല, എത്രയാണോ ആവശ്യം അത്രയും തന്നിരിക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. 2000 കോടിയല്ലേ നിങ്ങൾ ചോദിച്ചുള്ളൂ എന്നതിന് കൂടിയുള്ള ഒരു മറുപടിയാണത്. കാരണം ഇവിടെ ആവശ്യമായി വരുന്നത് എന്താണ്? റീഹാബിലിറ്റേഷൻ പ്രോസസ്സാണ്. അതിന് അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് പോയിന്റായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഈ തുക എന്ന് പറയുന്നത്, ഫണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തടസ്സമായി മാറരുത്. എത്രയാണോ പുനരധിവാസത്തിന് ആവശ്യം അത് നൽകാൻ തയ്യാറാണ്. അത് ഇവിടെ പറഞ്ഞു പോകുന്നു, കളക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പറഞ്ഞു പോകുന്നു. അതിനുശേഷം 9:17 ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു എക്സ്പോസ്റ്റ് ഉണ്ട്. ആ എക്സ്പോസ്റ്റിൽ നരേന്ദ്രമോദി പറയുന്നത് ഇങ്ങനെയാണ്: ആസ് സൂൺ ആസ് വി റിസീവ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഫ്രം ദ കേരള ഗവൺമെന്റ്, ദ സെൻട്രൽ വിൽ ടേക്ക് ഓൾ നെസസറി സ്റ്റെപ്സ് ടു അസിസ്റ്റ് ഇൻ റീബിൽഡിംഗ് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് സ്കൂൾസ് ആൻഡ് ഹോംസ് ഇൻ ദ അഫക്റ്റഡ് റീജിയൺ. സ്കൂളിൻ്റെ വെള്ളാർമല സ്കൂളിലേക്ക് തനിക്ക് പോകണം. വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിലും പിന്നിലും ദുരന്തം എങ്ങനെയാണ് ആ നാടിനെ ഇല്ലാതാക്കിയത് എന്നുള്ളത് ആ സ്കൂളിനടുത്തേക്ക് പോയി നേരിട്ട് കണ്ടതാണ് പ്രധാനമന്ത്രി. മാത്രമല്ല, ആ റീജിയൺ, ആ ഒരു മേഖലയ്ക്ക് മൊത്തം ഉണ്ടായിരിക്കുന്ന നഷ്ടം എത്രത്തോളമാണ്, ഒരു പ്രദേശത്തെ മുഴുവൻ തകർത്ത ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദില്ലിയിലേക്ക് എത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കേരളത്തിലുണ്ടായിരുന്ന ഈ 7 മണിക്കൂർ നേരം വയനാടിനെ എങ്ങനെ വീണ്ടെടുക്കാം വയനാടിനെ എന്നുള്ള ആ ഒരു വാചകം തൻ്റെ ഉള്ളിൽ ഏറ്റുവാങ്ങിയാണ് നരേന്ദ്രമോദി പോയത് എന്നുള്ളത് വ്യക്തമാണ്. സർക്കാർ കണക്കുകൾ അനുസരിച്ച് 226 പേരുടെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഈ പൂർണ്ണ മൃതദേഹമല്ലാതെ കിട്ടിയതൊന്നും ഒരു മൃതദേഹമായി കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കണക്കുകൾ അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ അന്തിമ പട്ടിക വരേണ്ടതുണ്ട്. ഇവിടെ കൈകോർത്ത് നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൈകോർത്ത് നിൽക്കുക മാത്രമല്ല, ഒപ്പമുണ്ട്, ഞാൻ മുന്നിട്ട് നിന്നിത് ചെയ്തു തരും, അങ്ങനെ ഒരു ഉറപ്പാണ് നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ജസ്റ്ററാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് ഇതിനു മുൻപുള്ള ഏതെങ്കിലും ദുരന്തവേളയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയി നരേന്ദ്രമോദി ഇതുപോലെ ഞാൻ മുന്നിട്ട് നിന്നിത് നടപ്പാക്കും, വയനാടിൻ്റെ പുനരധിവാസം നടപ്പാക്കും, അങ്ങനെ ഒരു ഉറപ്പ് ആ നാട്ടിൽ പോയി ഇതേ രീതിയിൽ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എക്സ്പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ദില്ലിയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു നാട്ടിൽ വന്ന് ആ നാട്ടിലെ ദുരന്തമുണ്ടായ മേഖലകളിലൂടെ ആകാശപ്പറക്കൽ നടത്തി അവിടെ ദുരന്തമുണ്ടായ മേഖലയിൽ ഈ വെള്ളാർമല ഭാഗത്തേക്ക്, ആ കല്ലുകൾ ഉരുണ്ടുകൂടിയിടത്തേക്ക് മന്ത്രിമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പോലും പോയിട്ടില്ല, ആ ഭാഗത്തേക്ക് മുഖ്യമന്ത്രി പോലും പോയിട്ടില്ല. അവിടെയാണ് പ്രധാനമന്ത്രി ഇന്ന് നടന്നെത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒപ്പം ഉണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, ADGP MR അജിത് കുമാർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പം ഉണ്ടായിരുന്നു. ആ വെള്ളാർമല ഭാഗത്തേക്ക് പോകുമ്പോൾ അതിൽ നമ്മൾ മുഖ്യമന്ത്രിയെ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം ഒരു പക്ഷേ. നടന്നു പോകണം, 45 മിനിറ്റോളം സമയം നടന്നാണ് പ്രധാനമന്ത്രി പോയത്. അവിടേക്ക് നേരത്തെ ആർമി ടീം, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർ, അവരൊക്കെ ബുദ്ധിമുട്ടി തന്നെ പോയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നമ്മളും പോയ മേഖലയാണ്. അവിടെ നിന്ന് നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്തതാണ്. അവിടുത്തെ ദുരന്ത കാഴ്ച എന്താണ്, എത്ര വീടുകൾ ഇവിടെ നഷ്ടമായിട്ടുണ്ട് എന്ന്. ആ പാറക്കുട്ടങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുറേ പാറകളൊക്കെ മാറ്റിയിട്ടുണ്ട്, സഞ്ചാര യോഗ്യമായിട്ടുണ്ട് കുറച്ച് ഭാഗമെങ്കിലും. എങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു അപകട സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് പ്രധാനമന്ത്രി പോയത്. അത് 1-2 മിനിറ്റല്ല, വേണമെങ്കിൽ വാഹനത്തിൽ പോയി ഇവിടെ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ADGP വിശദമാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ മേഖലയുടെ ദൃശ്യം കണ്ട് അദ്ദേഹത്തിന് അത് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി അത് ചെയ്തു.
ചെയ്തില്ല. അതിൻ്റെ അർത്ഥം ആ മേഖലയിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. ഇതൊരു അസാധാരണ ദുരന്തം എന്നതാണ് പ്രധാനമന്ത്രി പ്രയോഗിച്ച വാചകം. അസാധാരണമാണ്. അതുകൊണ്ട് തന്നെ അസാധാരണമായ രീതിയിൽ തന്നെ വേണം അതിനുള്ള സഹായം. അത് സാമ്പത്തിക സഹായം എന്നതിനൊപ്പം തന്നെ അവിടെ നടപ്പാക്കേണ്ട പുനരധിവാസമുണ്ട്. അവിടെയുള്ള മനുഷ്യരുടെ സാമ്പത്തികമായ മാനസികമായ പുനരധിവാസമുണ്ട്. അവരുടെ മനസ്സിനേറ്റ മുറിവെന്ന് പറയുന്നത് ആ മല ഇങ്ങനെ വിണ്ടുകീറി രണ്ടായി പിളർന്നതും പോലെയല്ല, അതിനേക്കാൾ ആഴത്തിൽ അവരുടെ മനസ്സുകളിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം അതറിയുന്നതിന് വേണ്ടിയിട്ടാണ്, അത് കണ്ടറിയുന്നതിനാണ്, അത് തൊട്ടറിയുന്നതിനാണ്, അത് അടുത്തറിയുന്നതിനാണ് നരേന്ദ്രമോദി എത്തിയത് എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പണമില്ലാത്തതിൻ്റെ പേരിൽ ഈ റീബിൽഡിംഗ് പ്രോസസ്സ് നിന്നു പോകില്ല. കാരണം ഒരു പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് വന്ന് അവിടുത്തെ ദുരന്തം കണ്ടറിഞ്ഞ് അവിടുത്തെ നാട്ടുകാരുടെ മുന്നിൽ അവിടുത്തെ കളക്ട്രേറ്റിലിരുന്ന് കൊടുക്കുന്ന ഉറപ്പാണ്. അത് കൃത്യമായ ബോധ്യത്തോടെ കൊടുക്കുന്ന ഉറപ്പാണ്. അവിടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ കേവലം നിങ്ങൾ 2000 കോടി വേണമെന്ന് പറഞ്ഞാൽ പോരാ. എത്രയാണോ, ഏതൊക്കെ മേഖലകൾക്ക് ഉണ്ണി സാർ നേരത്തെ പറഞ്ഞതുപോലെ എത്രയാണോ നാശനഷ്ടം ഉണ്ടായത്, എവിടെയൊക്കെയാണോ തകർന്നു കിടക്കുന്നത്, അതിനെ എങ്ങനെയാണോ പുനർനിർമ്മിക്കേണ്ടത്, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരു ജീവിത രീതിയും സൗകര്യങ്ങളുമാണ് നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. അതൊരിക്കലും താഴേക്കല്ല പോകേണ്ടത്. നമ്മൾ അവരുടെ ജീവിത നിലവാരത്തെ അല്ലെങ്കിൽ അവർക്കുണ്ടായ വ്യക്തിപരമായ നഷ്ടം നമുക്ക് നികത്താൻ കഴിയില്ല. അവരുടെ ഉറ്റവരെയാണ് നഷ്ടപ്പെട്ടത്. അവന്തിക എന്ന കുഞ്ഞിൻ്റെ അമ്മൂമ്മ ലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ വിളിച്ചുണർത്തരുതേ, അവൾ ഉണർന്നാൽ അപ്പോൾ തന്നെ. അന്ന് മുതലേ ആ അമ്മൂമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ ദുരന്തമുണ്ടായ ദിവസം മുതൽ വിംസ് ആശുപത്രിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതാണ്. ഒരു തവണ ആ കുഞ്ഞിനെ കാണാൻ പറ്റൂ, വീണ്ടും ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ നമുക്ക് വീണ്ടും പോയി കാണാൻ കഴിയില്ല. കാരണം അതിൻ്റെ കുഞ്ഞിൻ്റെ അമ്മൂമ്മ ഇരുന്ന് പറയുന്നുണ്ട്, ഈ കുഞ്ഞ് ഉണരുമ്പോഴെല്ലാം അത് ചോദിക്കുന്നത് അച്ഛനെയും അമ്മയെയും സഹോദരനെയുമാണ്. അവർ നഷ്ടമായി എന്നുള്ളത് ആ കുഞ്ഞിന് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയണം. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളും. ഇന്ന് പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ച 3 വയസ്സുകാരി നൈസ, ഒരു മഞ്ഞ ഫ്രോക്കിട്ട കുഞ്ഞ്, അതിന് 3 വയസ്സാണ്, നൈസ എന്നാണ് പേര്, ഉമ്മയുടെ പേര് ജസീല. ആ മഞ്ഞ ഫ്രോക്കിട്ട കുഞ്ഞ് പ്രധാനമന്ത്രിയുടെ മുഖത്ത് കൈ ചേർത്ത് നിൽക്കുന്ന, പ്രധാനമന്ത്രി അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആ ചിത്രമാണ് ഇന്ന് ആ ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി വന്നതിലെ ഏറ്റവും നമ്മുടെ മനസ്സിൽ ചേർന്ന് നിൽക്കുന്ന, ഉടക്കി നിൽക്കുന്ന ചിത്രമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, വിംസ് ആശുപത്രിയിലേക്ക് ആ കുഞ്ഞിൻ്റെ ഒരു ബന്ധുവിനാണ് ഈ കുഞ്ഞിനെ കിട്ടുന്നത്. ചെളിയിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു ഈ കുഞ്ഞ്. ഒരു ചുവന്ന ഓവർകോട്ടൊക്കെ ഇട്ട് ആ കുഞ്ഞിനെ ആ രാത്രിയിൽ എടുത്തുകൊണ്ട് വരികയാണ്. രാത്രിയല്ല, പുലർച്ചെ എടുത്തുകൊണ്ട് വരികയാണ്. അവിടെ നിന്ന് ആ കുഞ്ഞിനെ മാത്രമാണ് കിട്ടിയത്. ആ കുഞ്ഞിൻ്റെ മറ്റാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അമ്മ രക്ഷപ്പെട്ടോ എന്നറിയില്ല. അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. ഈ കുഞ്ഞിൻ്റെ ആരൊക്കെ രക്ഷപ്പെട്ടു എന്നറിയില്ല. അത്രയ്ക്ക് ദുരന്തം നേരിട്ട കുഞ്ഞാണ് ഇന്ന് ആ മഞ്ഞ ഉടുപ്പിട്ടുകൊണ്ട് പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്ന്. അന്ന് അവളുടെ കവിളിലൊരു മുറിപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചുവന്ന കോട്ടൊക്കെ ഇട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരികയായിരുന്നു. ആ ചെളിയിൽ നിന്ന് കോരിക്കൊണ്ട് വരികയായിരുന്നു ആ കുഞ്ഞിനെ. ആ കുഞ്ഞിൻ്റെ സഹോദരങ്ങളടക്കം 5 പേരെ അതിന് നഷ്ടപ്പെട്ടു. ഉമ്മ മാത്രമാണ് ഇന്ന് കൂടെയുള്ളത്. ഉമ്മയുടെ കട്ടിലിൽ ഒന്നും അറിയാത്ത മട്ടിൽ ചിരിച്ചു നിൽക്കുകയാണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിന് 3 വയസ്സേ ഉള്ളൂ. അവൾ ചിലപ്പോൾ ഇതൊക്കെ മറന്നു പോകുമായിരിക്കും, അവളുടെ മനസ്സിലെ ഈ ദുരന്തത്തിൻ്റെ തീവ്രതയൊക്കെ പോകുമായിരിക്കും. പക്ഷേ ഉമ്മയ്ക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഉമ്മ ജസീലയ്ക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ട ആ ദുഃഖത്തോടു കൂടിയാണ് അവരിന്ന് പ്രധാനമന്ത്രിക്ക് മുന്നിൽ നിന്നത്. അരുണിനെ നമ്മൾ കണ്ടു. അരുണ് ആ ചെളിയിൽ, കഴുത്തറ്റം ചെളിയിൽ പരമാവധി നീങ്ങിപ്പോകുന്നത് നമ്മുടെ ദൃശ്യങ്ങളിലൂടെയും നമ്മൾ തത്സമയം പിറ്റേ ദിവസം 31-ാം തീയതി രാവിലെ നമ്മൾ കണ്ടതാണ് അരുണിൻ്റെ ദൃശ്യം. അരുൺ ഇങ്ങനെ നീന്തി പോവുകയാണ്. അരുൺ കിടന്നിരുന്ന മുറിയിലേക്ക്, ആ മുറിയിലുണ്ടായിരുന്ന ജനലിൻ്റെ പാളി, അതെല്ലാം അരുണിൻ്റെ ദേഹത്തേക്കാണ് വന്നടിക്കുന്നത്. ജനൽപ്പാളി വന്നടിച്ചു, കട്ടിൽ വന്നടിച്ചു, അലമാര വന്നടിച്ചു. അമ്മ വന്ന് പിടിച്ചു കയറ്റാൻ നോക്കി അരുണിനെ, പക്ഷേ അരുണിനെ പിടിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല. കൂടുതൽ ആളുകളെ വിളിക്കാൻ വേണ്ടി അമ്മ പോകുമ്പോഴേക്കും അരുൺ ഒഴുകി പോവുകയാണ്. അരുണിനപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. അരുൺ തന്നെ പറയുന്ന അനുഭവമാണ്, ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജീവിച്ചേ മതിയാകൂ എന്ന ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു അരുൺ. ആ അരുണിൻ്റെ അടുത്തേക്ക് എത്തി ആശ്വസിപ്പിക്കുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, എൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്ന് എൻ്റെ നാട്ടിൽ, വയനാട്ടിലെ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആരും അറിയാതെ കിടന്നിരുന്ന ഒരു പ്രദേശത്ത് ആയിരുന്നിരിക്കാം ഞാൻ താമസിച്ചിരുന്നത്. പക്ഷേ എനിക്കൊരു വിഷമം ഉണ്ടായപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത്, അത് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഒരു ദുരിതാശ്വാസ സഹായമായി കൊടുക്കുന്ന തുകയേക്കാൾ വലുതാണ് ആ സാമീപ്യം, ആ സന്ദർശനം, ആ തൊട്ട് ആശ്വസിപ്പിക്കൽ എന്നുള്ളത്. അതും ഒരു ഇമോഷണൽ വെൽബീയിങ്ങിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ 2 മണിക്കൂർ വേണ്ടി വന്നത് ഇങ്ങനെയുള്ള ഇമോഷണൽ കണക്റ്റുള്ള ഇടങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ടാണ്. ആകാശ നിരീക്ഷണം നടത്തി ആശുപത്രിയിലെ വിസിറ്റൊക്കെ കട്ട് ഷോട്ട് ചെയ്ത് പേരിന് 1-2 പേരെ കണ്ടെന്ന് വരുത്തി അദ്ദേഹത്തിന് പോകാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ ചെയ്തത്. വിംസ് ആശുപത്രിയിൽ വന്ന അവന്തികയെ, അരുണിനെ, അനിലിനെ, സുഹൃതിയെ, ഒപ്പം ജസീലയെ, കുഞ്ഞുമോൾ നൈസയെ, റസീനെ, അങ്ങനെ എല്ലാവരെയും കണ്ട് നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ മനുഷ്യരുമായി സംസാരിച്ച്, അതുപോലെ ക്യാമ്പിലുള്ള മനുഷ്യരെ, അവരുടെ വന്നു പോയതിനു ശേഷമുള്ള ആ മനുഷ്യരുടെ പ്രതികരണങ്ങളിലുണ്ട്. ആരെയും ഒന്നും പറയിപ്പിക്കുന്നതല്ല. അടുത്ത് വന്ന് നിന്നപ്പോൾ തങ്ങൾക്ക് കിട്ടിയ ഒരു ആശ്വാസത്തെക്കുറിച്ച് ആ മനുഷ്യർ ആ മൊമെൻറ്റിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഇറങ്ങി
തൊട്ടടുത്ത മൊമെന്റിലാണ് അർജുൻ കല്യാട് അവരോട് ചോദിക്കുന്നത്. അവിടെ അല്ലാതെ അവർക്ക് വേറൊന്നും പറയാനില്ല. അവർക്ക് അത്രയും ആശ്വാസം തോന്നി എന്നുള്ളത് അവരുടെ മുഖത്ത് നമ്മൾ കേൾക്കുകയാണ്. ആ ഒരു ആശ്വാസമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. 3:55 കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യേണ്ട വിമാനം 5:55 ശേഷമാണ് ടേക്ക് ഓഫ് ചെയ്തത്. ആ 2 മണിക്കൂർ വയനാടിന് വേണ്ടി മാറ്റിവെച്ചത് അത് വയനാട് ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. ദുരന്ത ബാധിതരുടെ ഭാവി, അതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതിൽ സാധ്യമായ എല്ലാ സഹായവും ചെയ്യും എന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുമ്പോൾ ആ സാധ്യമായ സഹായത്തെ കൃത്യമായി ക്രോഡീകരിച്ച് വസ്തുതകൾ അടങ്ങുന്ന ഒരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്ത് അത് നമ്മുടെ വയനാടിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വാങ്ങിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഉടൻ തന്നെ സമർപ്പിക്കുമെന്ന് സർക്കാരും പറയുന്നു. മുഖ്യമന്ത്രിയുടെ കൈ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ആ ചിത്രം പോലെ കേന്ദ്രവും കേരളവും കൈകോർത്ത് തന്നെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിൽ സെന്റിമെന്റ്സിനപ്പുറം ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുക, അവരെ നല്ല ഒരു ജീവിത സാഹചര്യത്തിലേക്ക്, അതായത് അവരുടെ ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇനി കേരളം മുന്നിട്ട് നിൽക്കുന്നത്. ചെറുതായി നിൽക്കുന്ന സഹായങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ചുള്ള ഒരു സഹായം, അവർക്കായി ഒരു ടൗൺഷിപ്പ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പള്ളിയും പള്ളിക്കൂടവും ആരാധനാലയവും എല്ലാമുള്ള ഒരു ജീവിത സാഹചര്യം അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് കേന്ദ്രവും കേരളവും ഒന്നിച്ചു നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിപ്പോൾ മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2000 കോടിയല്ല, അതിനും അപ്പുറമുള്ള സഹായം വേണമെങ്കിലും തരാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു നരേന്ദ്രമോദിയാണ് എനിക്കിന്ന് വയനാട്ടിൽ കാണാൻ കഴിഞ്ഞത്. Meet the editors.